ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെവി ഡോഗിൻ്റെ ഹെവി ഗ്രൂമിംഗ് ആണ്. ഏത് ഹെവി ഡോഗാണെന്നല്ലേ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ വില്ലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, സ്വന്തമായിട്ട് കാറും ആ ഒരു വീടും ഒക്കെ ഉള്ളത്. അവൻ്റെ ഗ്രൂമിംഗ് ആണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ പോയി അവനെ കാണുമ്പോഴത്തേക്ക് അവൻ്റെ മഴയൊക്കെ പെയ്ത് മഴയത്തൊക്കെ കളിച്ചിട്ട് കഴുത്തിൽ ഫുൾ അഴുക്കായിരുന്നു. അവനെ ഇന്ന് നമ്മുടെ ഗ്രൂമിംഗ് സലൂണിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ അജിത്തേട്ടന് കൊടുക്കണം. വില്ലയിലെ വില്ലയെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ കാറും അവൻ്റെ വില്ലയെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇനി അവനെ നമ്മൾ നേരെ നമ്മുടെ ഗ്രൂമിംഗ് സലൂണിലേക്ക് കൊണ്ടുപോവാണ്. മഴയത്തൊക്കെ ഇറങ്ങി കളിച്ചിട്ട് ഈ മണ്ണിലൊക്കെ ഓടിക്കളിച്ചിട്ട് അവൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ ചെളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രൂമിങ്ങും ഒക്കെ ഒന്ന് ചെയ്തിട്ട് അവനെ ഒരു സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ അജിയേട്ടന് കൊടുക്കണം. ഗ്രൂമിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഇൻട്രോ വീഡിയോ എടുത്ത ആ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയാം. കഴിഞ്ഞ വീഡിയോയിലും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. കരുനാഗപ്പള്ളിയിലുള്ളവർക്കൊക്കെ നല്ലതുപോലെ അറിയാവുന്ന ഒരു ലൊക്കേഷനാണ് കൊതുമുക്ക് പാലം എന്ന് പറയും. നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചവറ KMML എന്ന ഫാക്ടറിയിലേക്ക് കൽക്കരി എത്തിക്കുന്നതിൻ്റെ ഭാഗമായി പള്ളിക്കലാറിനും വട്ടക്കായലിനും കുറുകെ നിർമ്മിച്ചൊരു പാലമാണ് ഈ കൊതുമുക്ക് പാലം. ഇന്നിപ്പോൾ കൽക്കരിയുടെ ആ ഒരു ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പാലവും ആ ഒരു റെയിൽ ഗതാഗതമൊക്കെ നിലച്ചത് മൂലം ഇന്നിപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പാലം അപകടാവസ്ഥയിലായതുകൊണ്ടും പിന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ലാത്തത് കൊണ്ടും ഒക്കെ ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ടേക്ക് എത്താറില്ല. ചുറ്റുവട്ടമുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വരാറുള്ളൂ. ഇതാദ്യമായിട്ടാണ് നമ്മുടെ ഗ്രൂമിംഗ് സലൂണിലേക്ക് ഒരു ഡോഗ് അതിൻ്റെ സ്വന്തം കാറിൽ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. അവൻ്റെ തന്നെ വില്ലിയുടെ തന്നെ പല ഏജിലുള്ള ഫോട്ടോകളൊക്കെ ഒട്ടിച്ച MVDയുടെയൊക്കെ പെർമിഷനുള്ള അവൻ്റെ സ്വന്തം കോളിസ് കാർ, നമ്മുടെ ആവേശത്തിലെ രംഗൻ ചേട്ടനൊക്കെ കറങ്ങി നടക്കുന്ന അതേ കോളിസ് കാറിലാണ് നമ്മുടെ വില്ലിയും കറങ്ങി നടക്കുന്നത്. അതും അവൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച്. നിങ്ങൾ ഇതേപോലെ ഒരു ഡോഗിന് വേണ്ടിയിട്ട് അവൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് അവന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വേറെ എവിടെയെങ്കിലും കാറുകളോ വണ്ടികളോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും വില്ലിയുടെ ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞതിൻ്റെ ചെറിയൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മുടെ റിസപ്ഷനിലൊന്ന് വെയിറ്റ് ചെയ്യാണ്. ഇനി നേരെ നമ്മുടെ ഗ്രൂമിംഗ് ടേബിളിലേക്ക് കയറ്റി പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങി അവനെ ഒരു സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. വീട്ടിലൊക്കെ ചെന്നപ്പോഴത്തേക്ക് ആളൊരു ഇത്തിരി ദേഷ്യക്കാരനായിരുന്നു. പക്ഷേ പുറത്തൊക്കെ ഇറങ്ങി നമ്മുടെ ഗ്രൂമിംഗ് സലൂണിലൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾ ഭയങ്കര കൂളാണ്. ആ പുറത്തൊക്കെ പോയി നല്ല രീതിയിൽ സോഷ്യലൈസ്ഡ് ആയിട്ട് വളർത്തിയതിൻ്റെ ഒരു ഗുണമായിരിക്കും ഇതൊക്കെ. എന്തായാലും അവൻ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗ്രൂമിംഗ് ടേബിളിൽ ബിഹേവ് ചെയ്യുന്നത്. അത് തന്നെ പകുതി സമാധാനമായി. കാരണം ഇത്രയും വലിയൊരു ഡോഗിനെ, അത് പറയാൻ പറഞ്ഞു, നമ്മുടെ ഗ്രൂമിംഗ് സലൂണിൽ വന്നതിൽ ഏറ്റവും വലിയൊരു സെയിൻറ്റ് ബെർണാർഡ് നമ്മുടെ വില്ലിയനായിരിക്കും. അത്രയ്ക്കധികം ഹെവി ഒരു ഡോഗാണ്. അവൻ്റെ ആ ഒരു ബിഹേവിങ്ങിൻ്റെ ക്വാളിറ്റി ഈ കാണുന്നതാണ്. നെയിൽ കട്ടിങ്ങിനൊക്കെ നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഡോഗിനെ വിളിച്ചാൽ പോലും അവർ സമ്മതിക്കാറില്ല. ഇവൻ നല്ല കൂളായിട്ട് നമ്മുടെ ടേബിളിൽ നെയിൽ ക്ലിപ്പിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് വളരെ കൂളായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ബ്രഷിങ് എല്ലാം കഴിഞ്ഞ് ഇയർ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വില്ലിയെ വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ ടബിനകത്ത് നിർത്തിയേക്കാണ്. ആ ഒരു ടബിൻ്റെ അത്രയും തന്നെ സൈസ് നമ്മുടെ വില്ലിക്കുണ്ട്. കണ്ണു വെക്കുകയല്ല കേട്ടോ, അവൻ്റെ ഒരു സൈസിൻ്റെ കാര്യം ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഒരു ശരിക്കുള്ള വലിപ്പം നമുക്ക് മനസ്സിലാവും. വില്ലിയെ ഡെയിലി നല്ല രീതിയിൽ കോമ്പിങ്ങും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള കോട്ടിനൊന്നും പ്രശ്നങ്ങളില്ല. ആ മഴയത്തൊക്കെ ഇറങ്ങി ചെളിയിൽ കളിച്ചതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ സൈഡിൽ മാത്രമുള്ളൊരു അഴുക്ക് മാത്രമേ ഉള്ളൂ മെയിനായിട്ടുള്ളത്. അതാണ് നമുക്ക് ഇന്ന് വൃത്തിയാക്കേണ്ട മെയിനായിട്ടുള്ളൊരു ടാസ്ക്. പിന്നെ ഓവറോൾ ബോഡിയൊക്കെ ഒന്ന് വൈറ്റനിങ് ഷാമ്പു ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. കണ്ടീഷണറൊക്കെ ഇടുമ്പോഴത്തേക്ക് അവൻ്റെ ആകെയുള്ള കണ്ടീഷൻ വീട്ടിൽ കുളിക്കുന്നത് പോലെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെയല്ല. ഒരു ഗ്രൂമിംഗ് സലൂണിലൊക്കെ പോയി ഷാമ്പു വാഷും കണ്ടീഷണർ ബാത്തും ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ബ്രഷിങ്ങും ഒക്കെ കഴിഞ്ഞ് ആൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ഡിഫറൻസ് നമ്മുടെ അജിയേട്ടനെ നമ്മുടെ വില്ലിയിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുത്ത് ഒന്ന് ഞെട്ടിക്കണം. ഫസ്റ്റ് ഷാമ്പു വാഷിൻ്റെ ആ ഷാമ്പു അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡ് പുള്ളിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു, ക്ഷമ കെട്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പരാതിയാണ് അജിയേട്ടനോട് വന്നപ്പോൾ ഈ പറയുന്നത്. നമ്മളോടും അത് തന്നെയായിരിക്കും ഈ പറയുന്നത്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിൻ്റെ ആ പരാതിയും ദേഷ്യവും ഒക്കെ കുരച്ച് നമ്മളോട് കാണിക്കുകയാണ്. എന്തായാലും കുറച്ചൊക്കെ ഒന്ന് സഹിച്ചേ പറ്റത്തുള്ളൂ നമ്മുടെ വില്ലി. നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇനി ഒരു ഷാമ്പു വാഷും ഒരു കണ്ടീഷണർ ബാത്തും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വില്ലി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കുളിക്കാനൊക്കെ വില്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആൾക്ക് ക്ഷമ കെടുമെന്നാണ് അജിയേട്ടൻ നമ്മളോട് പറഞ്ഞത്. വീട്ടിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വീട്ടിൽ പെട്ടെന്ന് കുളിപ്പിച്ചൊക്കെ മാറ്റാറാണ് പതിവ്. ഇത്രയൊന്നും വെയിറ്റ് ചെയ്യാറില്ല. ഇവിടെ നമുക്കെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. എന്നാലേ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന നമുക്ക് വേണ്ടുന്ന ആ ഒരു കണ്ടീഷനൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയൊക്കെ ആ ഗ്രൂമിങ്ങിൻ്റെ നമുക്ക് കിട്ടുള്ളൂ. രണ്ടാമത്തെ ഷാമ്പു വാഷിൻ്റെ ആ ഷാമ്പു ഒക്കെ അപ്ലൈ ചെയ്ത് നിർത്തിയേക്കാണ്. ആ സമയത്ത് അവൻ്റെ ആ
കുര ഉണ്ടോ, വാഷ് ചെയ്യാതെ നിർത്തിയേക്കുന്നതിൻ്റെ ആ ഒരു ക്ഷമകെട്ട് നിൽക്കുന്നതിൻ്റെ കുരയാണ്. ഇനി ഇത് കഴിഞ്ഞ് ഒരു കണ്ടീഷണർ ബാത്തും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ടബിൽ വെച്ച് തന്നെ അവനെ ഒന്ന് ഡ്രൈ ചെയ്ത് ഒരു ഹാഫ് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മുടെ ടേബിളിലേക്ക് മാറ്റാനായിട്ട്. ആ ഒരു കഴുത്തിൻ്റെ അവിടെയുള്ള കുറേയൊക്കെ അഴുക്ക് പോയിട്ടുണ്ട്. ഇനി ആ ഒരു കണ്ടീഷണർ ബാത്തും ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഡിഫറൻസ് നമുക്ക് ഉറപ്പായിട്ടും കാണാനായിട്ട് പറ്റും. വാഷ് ചെയ്ത് കഴിഞ്ഞ് ദേഹത്തുള്ള ആ വെള്ളം പോകാനായിട്ട് അവനിങ്ങനെ ദേഹം ഒന്ന് കുടയുമ്പോഴത്തേക്ക് ആ ബാത്ത് ടബും കൂടെ കിടന്നാണ് കുലുങ്ങുന്നത്. അത്രയ്ക്കധികം ഹെവി ഡോഗാണ് വില്ലി. ഒരു 60-70 കിലോയോളം എന്തായാലും അവൻ്റെ ശരീരഭാരം കാണും. അവൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ, നല്ല ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി അവൻ്റെ കോട്ടിലും സ്കിന്നിലും ഒക്കെ കാണാനുണ്ട്. ആ ഒരു മഴയത്തിറങ്ങി നമ്മുടെ വീട്ടിലുള്ള മിക്കവാറുമുള്ള പെറ്റ്സിനെ വളർത്തുന്നവരൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. മഴയും വെള്ളമൊക്കെയാണ്, ഇതേപോലെ ചെളിയിലൊക്കെ ആക്കിയിട്ടായിരിക്കും ഓരോരുത്തരും കയറി വരുന്നത്. ഇവനാണെങ്കിൽ 1.25 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അവൻ്റെ ആ ഒരു ബ്രീഡിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ച് ഇപ്പോഴും ഒരു പപ്പിയുടെ സ്വഭാവം തന്നെ ആയിരിക്കും അവന്. അതുകൊണ്ട് തന്നെ മഴയും വെള്ളമൊക്കെ കാണുമ്പോൾ ആ കുസൃതിയും കളികളും ഒക്കെ കാരണം ഇനിയും മിക്കവാറും ഇതേപോലെ തന്നെ നമ്മുടെ ഗ്രൂമിംഗ് സലൂണിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധ്യതയുണ്ട്. പകുതി ടബിൽ വെച്ച് തന്നെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞു. 2 വട്ടം അവൻ്റെ വാഷിങ്ങും ആ കണ്ടീഷണർ ബാത്തും ഡ്രൈയിങ്ങും എല്ലാം ചെയ്യുന്നത് നമ്മുടെ വിച്ചു ആണ്. വിച്ചു അവനേക്കാട്ടിൽ കൂടുതൽ ടയേർഡായിട്ടുണ്ടാകും, ഉറപ്പല്ലേ? അത്രയ്ക്ക് വലിയ ഡോഗാണ് നമ്മുടെ വില്ലി. ഇനി ആ കാലിലെ ആ എക്സ്ട്രാസ് ഒക്കെ നിൽക്കുന്ന ആ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതേപോലെ അവനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോഴേ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ഗ്രൂമിങ്ങിൻ്റെ ആ ഒരു ഡിഫറൻസ് അജിയേട്ടന് ഫീൽ ചെയ്യുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ കളറൊക്കെ ആയിട്ടുണ്ട്. ആ കാലിലെ കളറൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതാണ് വില്ലിയുടെ ഗ്രൂമിങ് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഇത് ഗ്രൂമിങ്ങിന് മുന്നേ ഉള്ള ലുക്ക്. ആ കഴുത്തിലേക്ക് അഴുക്ക് നല്ല രീതിയിൽ മാറി നല്ല വെളുത്ത കളറായിട്ടുണ്ട്. ആ വൈറ്റനിങ് ഷാമ്പൂവിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റ്, ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഗ്രൂമിങ്ങിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ആ മഴയത്ത് ആ ചെളിയിലൊക്കെ കളിച്ചതിൻ്റെ ആ ഒരു കാലിലും ആ ഒരു കഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഫുൾ അഴുക്കും അതിൻ്റെ ആ ഒരു സ്റ്റെയിനും എല്ലാം മാറിയിട്ടുണ്ട്. ആളൊരു സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് നമുക്ക് അജിയേട്ടനോട് തന്നെ ചോദിക്കാം. ഡിഫറൻസ് നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസമാണ്. ഞങ്ങൾ ഇത്രയും നാള് കൊണ്ട് പലയിടത്തും ചെയ്യിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒരു വ്യത്യാസമായിട്ട് മനസ്സിലായത്. ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് ആള് ഗ്ലാമർ ആയിട്ടുണ്ട്. അജിയേട്ടനും ഇഷ്ടപ്പെട്ടു. പക്ഷെ വില്ലിക്കാണെങ്കിലോ എങ്ങനെങ്കിലും നേരെ ഇനി അങ്ങ് വീട്ടിൽ ചെന്നാൽ മതി. അതിനുള്ള വെപ്രാളമാണ് അവൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാറിനകത്ത് കയറി കഴിഞ്ഞപ്പോഴായിരിക്കും അവന് പകുതി സമാധാനമായത്. ഈ ഒരു മുഷിച്ചിലിൻ്റെയൊക്കെ ഒരു സമാധാനം കിട്ടിയത് ഇപ്പോഴായിരിക്കും. ഇനി നേരെ വീട്ടിലോട്ട്. ആ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള അവൻ്റെ സ്വന്തം കാറിനുള്ള പോക്കും അതുപോലെ തന്നെ ഗ്രൂമിംഗ് സലൂണിലേക്കുള്ള ആ ഒരു കാറിനുള്ള വരവും ഒക്കെ ഒരു പുതുമ തന്നെയായിരുന്നു. കഴിഞ്ഞ വീഡിയോയും ഈ ഗ്രൂമിംഗ് വീഡിയോ ഒക്കെ കണ്ട് വില്ലിയുടെ ഫാനായ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? ഏകദേശം 3 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മുടെ വില്ലിയുടെ ഗ്രൂമിങ് കംപ്ലീറ്റ് ആയത്. ആ വന്നപ്പോൾ ഉള്ള അവൻ്റെ കഴുത്തിൻ്റെ അവിടെയുള്ള അഴുക്കുമൊക്കെ നമ്മുടെ ഗ്രൂമിങ് കഴിഞ്ഞപ്പം ക്ലിയർ ആയിട്ടുണ്ട്. ആ വന്നപ്പോൾ ഉള്ള അവൻ്റെ ഒരു ലുക്കും ഗ്രൂമിങ് കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസും ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും നമുക്ക് ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.